താങ്ക് യു. ഞാൻ ഇവരെ ആരെയും ഫോളോ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചെന്നാൽ ഈ അവനവൻ്റെ ശരീരം കാണിച്ചിട്ട് കച്ചവട സാധ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നെ സംബന്ധിച്ച് അത് ചില നിവൃത്തികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ചില മനുഷ്യരുണ്ട്. കാരണം മക്കള്, പട്ടിണി അതൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നവരുണ്ട്. അവരോട് കാണിക്കുന്ന ഒരിതും മാത്രമല്ല, അല്ലാതെ പണത്തിന് വേണ്ടിയിട്ട് കോടികൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നവരെയും രണ്ട് തരത്തിൽ കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ നിങ്ങൾ പറയുന്ന ഈ വ്യക്തി അവർക്ക് പട്ടിണി മൂലമോ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനോ കഞ്ഞി കുടിക്കാനോ ഉള്ള നിവൃത്തികേട് കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. നേരെ മറിച്ച് അവരതിൻ്റെ പുറകിലും മുമ്പിലും ഒക്കെ പഞ്ഞിക്കെട്ടുകൾ വെച്ച് കെട്ടി കാണിച്ചുകൊണ്ട്, മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് അവരുടെ ഈ ലൈംഗിക ദാരിദ്ര്യത്തെ വിറ്റ് കാശാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്. ഞാൻ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനും അത് അതേപടി തന്നെ പറയാനും ഉദ്ദേശിക്കുന്ന ആളാണ്. അല്ലാതെ എനിക്കിതിവിടെ കണ്ടെത്തി നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് വേറൊരു മുഖം ഉണ്ടാക്കി ഞാൻ എന്തോ ആക്കണം എന്ന് വിചാരിക്കുന്ന ആളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഫാമിലിയിലുള്ളവർക്കും അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഞാൻ പറയുന്നത്, അതായത് സയൻസിൻ്റെ ഒരു ഭാഷയിലാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒരു പുരുഷന് ഒരു ദിവസം ഏതാണ്ട് 10 ലക്ഷത്തിലധികം ബീജകോശങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു മാസത്തിലാകുമ്പോൾ എത്രയാകും? അതിൻ്റെ 10 ഗുണം കുറഞ്ഞത് അത്രയെങ്കിലും ഉണ്ടാകും. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവൻ്റെ അതിജീവനത്തിന് ഏറ്റവും സഹായകമാകുന്നത് എത്രയധികം ആളുകളിലേക്ക് ഈ ബീജകോശങ്ങൾ എത്തിക്കാൻ പറ്റുമോ അതാണ് അവൻ്റെ ഈ എവല്യൂഷണറി ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് എന്തായിരിക്കും? അങ്ങനെ കണ്ട അവൻ്റെ ഇവൻ്റെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണോ എന്ന് തിരഞ്ഞെടുക്കുക. കാരണം അവൾക്ക് മാസത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ മാസത്തിൽ ഒന്നുള്ളതിൻ്റെ അകത്ത് നിന്ന് തിരഞ്ഞെടുക്കുമ്പം അവർ നോക്കുന്നത് എന്തായിരിക്കും? കെയറിങ്, ലവ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാവരും തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതികൾ കാണിച്ചു കൊണ്ടിട്ടല്ല, നേരെ മറിച്ച് സമൂഹത്തിൽ സാധാരണ രീതിയിലുള്ള മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്നതിനെ നോക്കിയിട്ടാണ് അവിടെ ഒരു സെലക്ഷൻ നടക്കുന്നത്. ഇനി ചില സ്ത്രീകളുടെ കാര്യത്തിൽ അവർ വരുമ്പോഴത്തേക്കും അവർ മുമ്പിലും പുറകിലും ഒക്കെ വെച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് മറ്റിട്ട് കാണിക്കുക, എനിക്ക് പപ്പും തൂവലും ഒക്കെ ഉണ്ടടാ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ഇത് ആട്ടി കാണിക്കുമ്പം അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പരിണാമപരമായിട്ട് നിങ്ങൾക്ക് വേറൊരാളോട് അട്രാക്ഷൻ ഉണ്ടല്ലോ, ആ അട്രാക്ഷൻ കൂടുതൽ എന്നോട് തോന്നണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആ തോന്നലിനെ ഉണ്ടാക്കുന്നതിന് കാരണം എന്താണ്? ഇവരുടെ കച്ചവട താല്പര്യമാണ്. കാരണം ഇവർ ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഏതെങ്കിലും ജ്വല്ലറിയുടെ പരസ്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണിക്കടയുടെ പരസ്യത്തിനോ ഉദ്ഘാടനത്തിനോ ഒക്കെ ചെല്ലുമ്പോൾ മാത്രമേ ഇവരിത് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇവർ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒന്നും ഈ പുറകിലും മുമ്പിലൊന്നും വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന് എവല്യൂഷണറി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യത്തെ ചീറ്റ് ചെയ്യുക, അതിനെ ഒരു കച്ചവട താല്പര്യത്തോടു കൂടി കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അതിന് താല്പര്യമാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. 1000 രൂപയോ 10,000 രൂപയോ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. എനിക്ക് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ കൊടുത്തിട്ട് അത് കാണുന്നത് പോയിട്ട് 100 രൂപ കൊടുത്തിട്ട് പോലും ഞാനത് കാണാനായിട്ട് പോകാൻ നിൽക്കാറില്ല. എൻ്റെ പൊന്നു ചങ്ങാതി, അവർ ശരീരത്തിൽ എന്തെല്ലാം വെച്ച് കെട്ടണമെന്നോ വെച്ച് കെട്ടരുതെന്നോ എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ വെച്ച് കെട്ടി നടത്തിയിട്ട് ഇത് കാണിച്ചിട്ട് ഇങ്ങനെ ആട്ടി കാണിച്ചിട്ട് പറയുകയാണ്, അവൻ എൻ്റെ ഇതിലേക്ക് നോക്കുന്നു എന്ന് പറയരുത്. ഇത് നോക്കാനായിട്ടാണല്ലോ ഇത് വെച്ച് കെട്ടി കാണിക്കുന്നത്. അത് വെച്ച് കെട്ടി കാണിച്ചിട്ട് ഇതേ നോക്കിയിട്ട് പറഞ്ഞേച്ച് പിന്നെ അത് പറയരുത്, അവൻ എൻ്റെ ഇതേ നോക്കി അവൻ വെള്ളം ഇറക്കുന്നു എന്നുകൂടി പറയരുത്. കാരണം അവനെ വെള്ളം ഇറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഇവിടെ പരിപാടിയിൽ വന്നപ്പോൾ സാരിയും സംഭവം എല്ലാം വെച്ച് കെട്ടിക്കൊണ്ട് വന്ന അതേ ആള് പിറ്റേ ദിവസം ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പം അവർക്ക് ഈ വെച്ച് കെട്ടൊന്നും ഇല്ലായിരുന്നു. ജീൻസും സാധാരണ ആൾക്കാർക്ക് വലിച്ചു കയറ്റിയാൽ കയറാവുന്ന ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് അവർ പോയത്. എന്ന് പറയുമ്പോൾ തലേ ദിവസം നിങ്ങളെപ്പോലെയുള്ള കുറേ ഞരമ്പ് രോഗികളെ കാണിക്കാൻ വേണ്ടി അവരെ കാണിച്ചെന്നാൽ അവരുടെ ഇന്ന് പൈസ ഈടാക്കാം എന്ന് കരുതി കാണിച്ച അവർ കച്ചവടം നടത്തി. അപ്പം നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് കാശ് മുടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പോയി കണ്ടോളൂ. എനിക്ക് അതിൻ്റെ അത് വിരോധമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് ഇതിന് മുടക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ അഭിമാനത്തെ അതുകൊണ്ട് വ്രണപ്പെടുത്തിയെങ്കിൽ ഐ ആം ദി സോറി. നിങ്ങൾ കണ്ടോളൂ, കൺകുളിർക്കെ കണ്ടോളൂ.